വേറെ ഉണ്ട് ട്രാക്ട്, എൻ്റെ ഓർമ്മ വന്നതാ. തമ്പിയുടെ ഹൃദയവും തകരുന്ന കപ്പൽ. അപ്പോൾ ഇതുമായിട്ട് ഈ ടീംകാരിങ്ങനെ പോകുമ്പം വലിയ വീടുകൾ കാണും. അപ്പോൾ ഒരാൾ പറയാം നമുക്ക് ആ വീട്ടിലോട്ട് കയറാം. അതിന് അവർ അവിടെ കുറിച്ച് നമുക്ക് കയറുണ്ട്, അവർ വലിയ ആൾക്കാർ. കയറ്, അവർ നമ്മുടെ സഭയിൽ വന്നാൽ സഭയ്ക്ക് ഒരു അസറ്റാണ്. അങ്ങോട്ട് കയറും. വേണ്ട, അവർ വരുത്തൊന്നുമില്ല, നമുക്ക് കയറാന്ന് ട്രാക്ട് കൊടുത്തു. അവർ നമ്മുടെ കൂടെ ഇനി വന്നാലും അവർ നമ്മുടെ കൂടെ വരികയല്ല, അവർ തങ്കുവിൻ്റെ കൂടെ. എന്നാലും നമുക്കൊന്ന് കയറാം, നമുക്ക് നോക്കാം. അങ്ങനെ നിർബന്ധിക്കും. ഓടിയപ്പുറോ പട്ടി ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇനിയും വേണ്ട, അത് പോട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ആത്മഭാരമാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം ഈ റോഡ് സൈഡിൽ പുറംപോക്കിൽ ആൾക്കാർ താമസിക്കും. പലകയടിച്ചും ചാക്ക് മറച്ചും പനയോലയൊക്കെ ഓല. നമുക്ക് അങ്ങോട്ട് കയറാം. അതുങ്ങൾ വന്നിട്ടും നമ്മൾ പിന്നെ ആരെ ഗുണപ്പെടുത്താൻ നടക്കുക? ഭയങ്കര ആത്മഭാരം. ചിലക്ക് ആത്മഭാരം കൂടി അയലത്തുകാരോട് മിണ്ടുകയല്ല, മതിൽ പൊക്കി കെട്ടിവെച്ചിരിക്കുക. എന്നുവെച്ചാൽ ആന്ധ്രായ്ക്ക് പോവുക ആത്മഭാരം കയറി. തൊട്ടടുത്തുള്ളവനോട് മിണ്ടുകയല്ല, അവനെ 10 പൈസയുടെ ഗുണം. നിങ്ങൾ തന്നെ ഒരു അരുതാഴിയ പോലെ. ഞാൻ പറയാനുണ്ട്, പ്രവൃത്തിയിലും കൂടെ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തണ്ടേ? വേണ്ടേ? ഈ ഇന്ത്യ അല്ലെങ്കിൽ കേരളക്കാരാ, എൻ്റെ എളിയ ചിന്തയാ, ഇപ്പോ ഉള്ളതിൽ 10 ഇരട്ടി വിശ്വാസികൾ കണ്ടേനം. അത് ഞാനും പ്രതിയായിട്ട് ഞാനങ്ങ് പ്രതികൂട്ടി കയറുക. നമ്മുടെയൊക്കെ പ്രവൃത്തി മോശമായതുകൊണ്ടാണ്. നമ്മുടെ പ്രവൃത്തിയും കൂടെ കുറേയും കൂടെ മെച്ചമായിരുന്നെങ്കിൽ ഇന്നുള്ളതിൽ 10 ഇരട്ടി വിശ്വാസികൾ കണ്ടേനം. ഉദാഹരണം ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നത്, ഇവിടെ ഒന്നുകൂടെ പറയാം. ഉദാഹരണം നാട്ടിലെ രീതി വെച്ചാ, ഇവിടുത്തെ രീതിയല്ല, നാട്ടിലെ രീതി. നമുക്ക് വസ്തുവും പുരകിടവും ഉണ്ട്. തൊട്ടപ്പുറേ 5 സെന്റ് ആയിട്ടൊരുത്തൻ താമസിക്കുന്നത്. ഹിന്ദുവോ മുസ്ലിമോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ ആരുമാകട്ടെ, നമുക്ക് തേങ്ങ ഇട്ടപ്പോൾ 100 തേങ്ങ ഇട്ട് കിട്ടാനുണ്ട്. ഒരു ഉദാഹരണമാണ്. അപ്പോൾ തേങ്ങ ഇട്ടപ്പം നമ്മൾ ഇട്ട് 100 തേങ്ങ. അപ്പോൾ അപ്പുറം അവന് 5 സെന്റ് ഉള്ള തെങ്ങും തേങ്ങായി വിലയ്ക്ക് മേടിച്ച് അരയ്ക്കുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നവരുണ്ട്, അവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തേങ്ങ ഇടുമ്പോൾ ഒരു 5 തേങ്ങ അവന് കൊടുത്തേക്കണം. ഹൈന്ദവ സഹോദരൻ ചിലപ്പം ആയിരിക്കും പറയണം, ശ്രീധര അല്ലെ കമലാക്ഷി തേങ്ങ 5 എണ്ണം എടുത്ത് നിങ്ങൾ വിലയ്ക്ക് മേടിച്ചരയ്ക്കല്ലോ 5 എണ്ണം. ന്യായമായ ഒരു കണക്കാണ്. 10 എണ്ണം പെയ്ത്തോമി കൊണ്ടുവരണം. അതത്ര. ഞാൻ പഴയ പ്രമാണം വെച്ചാൽ 10, പുതിയതാകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദന വരും. ഓഹരി ഒന്നാമത് നിങ്ങൾക്ക് ഇപ്പം വേദനയുണ്ടല്ലോ. പഴയ കണക്കാ, പഴയ പ്രമാണം. അപ്പൊ 5 എണ്ണം ആ തെങ്ങും തേങ്ങ ഇല്ലാത്തവനും കൊടുത്തേക്കണം. 10 എണ്ണം പെയ്ത്തോമിൽ. നമുക്ക് പോയിട്ട് 85 എണ്ണം പോരെ? അതോ 100 വേണോ? നമുക്ക് തേങ്ങ അരച്ച കറി കൂട്ടാൻ യോഗവും മുഴുവൻ ദീനമാണ്. എന്നാലും ഒരു തേങ്ങ കൊടുക്കുകയല്ല ചിലര്. എൻ്റെ ഈ ചെറിയ ചിന്തയാ, നമ്മളിത് കൊടുത്തേച്ചേ ഈ പിറ്റേന്ന് നമ്മൾ പിറ്റേ ആഴ്ച ഗോസ്പൽ ടീം മുമ്പേ പറഞ്ഞല്ലോ, തകരുന്ന കപ്പലും തമ്പിയുടെ ഹൃദയവും. നമ്മളതുമായിട്ട് പിറ്റേന്ന് അതിലെ ഗോസ്പൽ ടീമിൽ ചെല്ലുമ്പം ആ ഹൈന്ദവ സ്നേഹിതൻ നമ്മളെ വിളിച്ച് കയറ്റും. ഉപദേശം ഒന്ന് കയറി പ്രാർത്ഥിച്ചു. ആ ഭാര്യയോട് പറയാം, കമലാക്ഷി സ്റ്റൂളിട, അല്ലെങ്കിൽ പായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കസാര എടുത്ത് കൊടുക്കുക, നീ കാപ്പി ഇടാൻ പറയും. ഞാനിത് അനുഭവത്തിൽ നിന്നായി പറയാൻ. അവർ ചെയ്യും. ആ ഘട്ടം നിന്ന് നമ്മൾ അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ച് കേൾക്കും. കേട്ടിട്ടുണ്ട്. ഇനി ഒടുവിൽ നമ്മൾ പറയുക, ഇറങ്ങാൻ നേരത്ത് അവർ തന്നെ നമ്മളോട് പറയാം, ഉദ്ദേശം ഒന്ന് പ്രാർത്ഥിച്ചേച്ച് ഞങ്ങളുടെ മോള് ചില കഷ്ടത്തെ കൂടെ, അല്ലെ മോൻ്റെ വിഷയം പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കും, അവർ പക്വതയോടെ നിൽക്കും. നമ്മുടെ ആൾക്കാരാ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ രാമങ്കാക്ക നോക്കും പോലെ നോക്കുന്നേ. അവർക്ക് പക്വതയുണ്ട്, പക്വതയോടെ അവർ നിൽക്കും. നമ്മൾ പറയുന്ന സുവിശേഷം അവർ ശ്രദ്ധിച്ച് കേൾക്കും. പ്രവൃത്തി കൊണ്ട് മാത്രം ഒരു തന്നെ രക്ഷപ്പെടാത്താൻ ഒക്കത്തില്ല. ഞാനതിൻ്റെ ഒരു മറുവശം പറയുകയാണ്. ഇത് യാതൊരു ഗുണവും ചെയ്യുകയല്ല. 5 തേങ്ങ അങ്ങോട്ടിട്ടപ്പോൾ അവൻ പിന്നെയും പറയാം, ഒരു തേങ്ങയും കൂടെ അവിടോട്ട് പോയിട്ട് തേങ്ങ പെറുക്കുന്നുണ്ട്. അവൻ പറഞ്ഞില്ല കൊച്ചമ്മേ, ആ തേങ്ങ ആ കൊലയിൽ 5 എണ്ണം ഉള്ളായിരുന്നു. അല്ലല്ല 6 ഉണ്ട്, ഒരെണ്ണം അങ്ങോട്ട് തെറിച്ചു, നീ പോയി നോക്കി. അവനവിടെ എല്ലാം നോക്കിയപ്പോൾ ഇവിടെ മതിലിൻ്റെ അവിടെ നോക്കി നിൽക്കുക. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അവൻ അതിനെ ചെന്നപ്പോൾ ഞാൻ കെട്ടി നോക്കിയപ്പോൾ തൊണ്ണാൻ 2 ആഴ്ച മുമ്പ് വാറാൻ കുത്തി കിട്ടതാ. ആ തൊണ്ണാതും തട്ടി ഇങ്ങോട്ടിട്ട് 2 കോഞ്ഞാട്ടയും കൂടി ഇങ്ങോട്ടെത്തു എന്ന് പറഞ്ഞ ഒരു കോഞ്ഞാട്ട പോലും അവന്.
എന്നിട്ട് പിറ്റേ ആഴ്ച ഗോസ്പൽ ടീം തകരുന്നൊക്കെ കപ്പലും തമ്പി എടുക്കരുത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ആ റോഡ് മണിക്കിട്ട് മെറ്റിൽ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. എറിഞ്ഞതിന്റെ 6-ാം മാല് തകർക്കും. ഉടനെ നമ്മൾ ഗുഡ് ന്യൂസിനകത്ത് ആശിക്കുന്നത് സുവിശേഷ വിരോധികൾ. ഒരു വിരോധിയില്ല. ജീവിതത്തിൽ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്ക്. വചനം പഠിപ്പിക്കുന്നത് നീ അവരുടെ പക്ഷമല്ല ചേരുന്നത്, അവർ നിന്റെ പക്ഷം ചേരും.